നമസ്കാരം. ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. തെക്കുകിഴക്കൻ അറബിക്കടലിലും തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിലും തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലുമായി നിലവിൽ 3 ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നതായി സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ. എങ്കിലും ഇത് കേരളത്തിലെ കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കില്ലെന്നും ഈ മാസം അവസാനം വരെ സംസ്ഥാനത്ത് മഴ വിട്ടുനിൽക്കാനാണ് സാധ്യതയെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. ചക്രവാതച്ചുഴി ഉണ്ടെങ്കിലും സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കുള്ള അന്തരീക്ഷസ്ഥിതിയൊന്നും നിലവിലില്ലെന്ന് മെറ്റ്ബീറ്റ് വെതർ നിരീക്ഷകർ പറയുന്നു. ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കിഴക്കൻ കാറ്റിനെ ഭൂമധ്യരേഖാ പ്രദേശത്തിനും കന്യാകുമാരി കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം സ്വാധീനിക്കുന്നതാണ് സംസ്ഥാനത്ത് തുലാവർഷം കുറയാൻ കാരണം. ഈ കാറ്റ് തെക്കൻ തമിഴ്നാട് തീരം വഴി ശ്രീലങ്കയ്ക്ക് മുകളിലൂടെ കന്യാകുമാരി കടൽ വഴി കടന്നുപോവുകയാണ്. തമിഴ്നാട്ടിലോ കേരളത്തിലോ പ്രവേശിക്കാത്തതിനാൽ സാധാരണ വൈകുന്നേരങ്ങളിൽ പെയ്യേണ്ട മഴ ലഭിക്കാത്ത സാഹചര്യമാണ് ചക്രവാതച്ചുഴി സൃഷ്ടിക്കുക. അറബിക്കടലിലെ ചക്രവാതച്ചുഴിക്ക് കേരളത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കാൻ ശേഷിയില്ല. ഭൂമധ്യരേഖാ പ്രദേശത്തെ ചക്രവാതച്ചുഴിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് ശക്തി കുറവുമാണ്. അറബിക്കടലിൽ നിന്ന് ഒറ്റപ്പെട്ട ഈർപ്പമുള്ള കാറ്റോ മേഘങ്ങളോ കരയിൽ പ്രവേശിക്കുന്നതും ഇത് തടസ്സപ്പെടുത്തും. അതായത് സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥയാണ് ഈ സിസ്റ്റങ്ങൾ നൽകുക എന്നർത്ഥം. വടക്കൻ ജില്ലകളിൽ അടുത്ത 3 ദിവസം വരണ്ട കാലാവസ്ഥ തുടരും. തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ കനത്ത മഴയൊന്നും എവിടെയും പ്രതീക്ഷിക്കുന്നില്ലെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. ക്രിസ്മസ് രാവും പകലും സംസ്ഥാനത്തെ മിക്കവാറും പ്രദേശങ്ങൾ മഴരഹിതമാകാനാണ് സാധ്യതയെന്നും ക്രിസ്മസിന് ശേഷം തെക്കൻ കേരളത്തിൽ മഴ വീണ്ടും തിരികെ എത്തിയേക്കുമെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.